നമസ്കാരം. ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ കമ്പനിയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇന്ന് നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ ഡിസ്കഷൻസ് രാവിലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. ഇതിനിടയിൽ സമയം കടയിലേക്കൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നതെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. തുണിയെല്ലാം കഴുകാനിടായിരുന്നതെല്ലാം ഞാൻ കഴുകാനിട്ടു കേട്ടോ. ഇന്ന് ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് നമ്മുടെ വണ്ടിയുടെ കളക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള ടെൻഷൻ അടിച്ചിരിക്കുന്ന പരിപാടിയാണ് സമയം അവിടെ റെഡി ആയിട്ട്. പിന്നെ അങ്ങനെ ഡ്രസ്സ് പിന്നെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് മാറിയതിന് ശേഷം പിന്നെ തിരിച്ച് മാറാനും നിന്നില്ല, എന്തായാലും പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പാത്രങ്ങൾ കഴുകി വെക്കാം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ പിള്ളേർ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് അങ്ങനെ അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് കഴുകി വെക്കാം എന്ന് വിചാരിച്ചു. അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പറയുക, നമ്മുടെ അവിടേക്ക് ഒന്ന് കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ അധികം ഉണ്ടല്ലോ, കുക്കിങ്ങിൻ്റെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തലേ ദിവസം വേസ്റ്റ് ബിൻ നിറഞ്ഞിട്ട് അത് എടുത്ത് കളയേണ്ട ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷെ മടി പിടിച്ചിട്ട് അവിടെ എങ്ങ് വെച്ചു. പക്ഷെ അങ്ങനെ കുറേ മടി പിടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ബിൻ അവിടെ ഇരുന്ന് അത്ര നല്ലതൊന്നുമില്ലല്ലോ, സ്മെല്ല് പുറത്തോട്ട് വരില്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വേഗം കൊണ്ടുപോയിട്ട് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അതെല്ലാം കളഞ്ഞ് പുതിയ ബിൻ കവറൊക്കെ ഒന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിൻ എന്ന് പറഞ്ഞ സെൻസറിൻ്റെ ആണ്. ഇപ്പം ചെറുതായിട്ട് പണികളൊക്കെ തന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതെയില്ല. നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നല്ല വെതറാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതാ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. സ്പ്രിംഗ് ടൈം ആണ് കേട്ടോ ഇത്. പതുക്കെ പതുക്കെ സമ്മറിലേക്ക് വരുന്നു. സച്ചു ആണെങ്കിൽ രാവിലെ തന്നെ ചെറിയൊരു ക്രാഫ്റ്റിൻ്റെ പരിപാടികളൊക്കെയാണ്. ഇതുണ്ടല്ലോ, ഇങ്ങനെ ജെംസ് ആണ്, പല കളേഴ്സിന്റെ ജെംസ് ഉണ്ട്. എന്നിട്ട് അതിനകത്തുണ്ടല്ലോ ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബോർഡിനകത്ത് ആ ആൽഫബറ്റിൽ ഏത് കളറാണ്, നമുക്കിങ്ങനെ ആൽഫബറ്റ്സിൽ കളർ വെച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓരോരോ കളർ ഓരോരോ പോക്കറ്റിലായിട്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടാണ് സനുവിനെ കളക്ഷന് വേണ്ടിയിട്ട് ബിബിൻ ചേട്ടനാണ് കേട്ടോ. ബിബിൻ ചേട്ടൻ വന്ന് സനുവിനെ പിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അവർ പോയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, കുക്കിങ്ങിൻ്റെ പരിപാടികളൊന്നും എനിക്കിന്ന് കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് എഡിറ്റിങ്ങിൻ്റെ പരിപാടികൾ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെൻഡിങ്സ് എല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം ഇനി കൊണ്ടുപോയി വിരിച്ചിടണമല്ലോ. അപ്പോൾ അവിടെ കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് വിരിച്ചിടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ ക്ലിപ്പിടാനും മടിയാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ വിരിച്ചിടാം, നീ ക്ലിപ്പിട്ടോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം വർത്താനം പറഞ്ഞും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഏകദേശം എഡിറ്റിംഗ് ചെയ്തപ്പോൾ തന്നെ നല്ല സമയം പോയിട്ടുണ്ടായിരുന്നേ. ഏകദേശം 3 മണിയായപ്പോഴാണ് ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സനോയി വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേസമയം അവിടെ സനോയി കീ ഒക്കെ കളക്ട് ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ കളക്ട് ചെയ്ത് ഡെർബിന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. കുറേ നേരമായിട്ട് അവിടുന്ന് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പോലും നമ്മളിങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ആണെങ്കിൽ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള പരിപാടിയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ പൈനാപ്പിൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈനാപ്പിൾ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഒരിത്തിരി കഴിക്കാൻ വേണ്ടിയിട്ടും വെച്ചു. ബാക്കി പകുതി നമ്മൾ എന്താ പറയുക, സിപ്പ് ലോക്കിലാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടോ. എനിക്ക് പൈനാപ്പിൾ കറി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ അത് കാരണം അത് ഉണ്ടാക്കാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും. പിന്നെ നമ്മുടെ തുണിയൊക്കെ നല്ല വെയിലുള്ളതുകൊണ്ട് തുണിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിപ്പ് ഇട്ട ആൾ തന്നെ ക്ലിപ്പ് ഊരിയിട്ടുണ്ട്. ബാക്കിയുള്ള തുണികളെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മടക്കാനുള്ള പരിപാടികൾ. സനോയി എത്താറായിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ സനോയി വരുന്നതിന് മുമ്പ് പിന്നെ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ടാവുമല്ലോ, പുതിയൊരു സാധനം മേടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാൻ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം അവിടെ തന്നെ ഇരിക്കും. എല്ലാം ഡിലേ വരും എന്നുള്ളത് നമുക്കൊന്നും മനസ്സിൽ കണക്കൂട്ടാലോ. അങ്ങനെ കണക്കൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് വേഗം തന്നെ എല്ലാ പണികളും ചെയ്ത് തീർക്കാണ് കേട്ടോ. ഡൂഡിൻ്റെ തുണികളെല്ലാം ഇപ്പോൾ ഡൂഡ് തന്നെയാണ് മടക്കി വെക്കുക. എന്നോട് ആ ഭാഗത്തോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ തുണികളെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നീ അവിടെ ഇരുന്ന് മടക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. സച്ചുനാണെങ്കിൽ തുണിയൊക്കെ ഞാൻ മടക്കി കൊടുക്കും, പക്ഷേ എടുത്തു വെക്കുന്നത് അവളാണ് കേട്ടോ. ഏകദേശം സമയം എത്താനുള്ള സമയമായി എന്നുള്ളത് എനിക്ക് ലൊക്കേഷൻ ട്രാക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതാ ഇപ്പം 2 വണ്ടിയാണുള്ളത്. ഇനി അടുത്ത 3ാമത്തെ ഒരു വണ്ടി വരാൻ പോവുകയാണ്. അല്ല, നമുക്ക് 3 വണ്ടിയൊന്നും ഇല്ല കേട്ടോ. മറ്റേ നമ്മൾ സെയിൽ ചെയ്യും, തൽക്കാലം സെയിലായിട്ടില്ല എന്നുള്ളത് മാത്രം. കുറേ നേരം കാത്തിരുന്ന് ദാ സനോജ് എത്താൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. വോൾക്സ്വാഗൻ ടിഗ്വാൻ്റെ വണ്ടിയാണ്. കൂടുതൽ മോഡലിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത്
എത്തിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് ഒരു അപ്ഗ്രേഡ് വേർഷൻ നമ്മൾ കുറെ നാളായിട്ട് ആഗ്രഹിച്ചതാണ് കേട്ടോ, വണ്ടി മാറ്റണം എന്നുള്ളത്. ഒരു 2 കൊല്ലം മുന്നേ മൂലം നമ്മളിങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്ലാൻ ചെയ്ത സമയത്തൊന്നും നമ്മുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ ഇത്തവണ ഒട്ടും പ്ലാൻ ചെയ്യാതെ ആണ് ഇത് നടന്നത്. രണ്ടും കൂടി ഷോർട്സിന് വേണ്ടി വീഡിയോ എടുക്കണം. അപ്പൊ ഇറങ്ങുന്ന വീഡിയോ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പിടിച്ച് കയറ്റി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഒട്ടും പ്ലാൻ ചെയ്യാതിരുന്ന സമയത്താണ് നമുക്ക് എന്താ പറയുക, ഒരു എടുപിടി എന്നൊക്കെ പറയില്ലേ, 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പ്ലാൻ ചെയ്തതും എടുത്തതും നോക്കാൻ പോയതും എല്ലാം കേട്ടോ. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മൾ പ്ലാൻ. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് തടസ്സങ്ങൾ വന്ന് നടക്കൂല. പ്ലാൻ ചെയ്യാതിരിക്കുന്ന സമയത്തായിരിക്കും നല്ല കാര്യങ്ങൾ പോലെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ വണ്ടിയുടെ അകമൊക്കെ ഒന്ന് കാണാണ്ടേ, എല്ലാവരും ഇതും കൂടെ ഒന്ന് ചാടിക്കേറി ആദ്യം തന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നിട്ടുണ്ട്. ഞാൻ പിന്നെ നേരെ പോയി ബാക്കിൽ ഇരുന്നിട്ട് എങ്ങനെയുണ്ട് എല്ലാം എന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ, നമുക്ക് എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ ബാക്ക് എങ്ങനെയുണ്ട്, ഡിക്കി സ്പേസ്, നമുക്കിത് 7 സീറ്റർ ആണ് കേട്ടോ. 7 സീറ്റർ വണ്ടിയാണ് നമ്മൾ നോക്കി മേടിച്ചിട്ടുള്ളത്. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ പതുക്കെ. അപ്പോൾ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, ഇതെങ്ങനെയാണ് എന്താണ് കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം ഞാനും ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കി ഫീച്ചേഴ്സ് ഒക്കെ നോക്കണം കേട്ടോ. പണ്ടൊക്കെ ആണല്ലോ ഈ വണ്ടിയുടെ ഒരു വക കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അറ്റ്ലീസ്റ്റ് വണ്ടി ഓടിച്ചു തുടങ്ങിയോണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവുമല്ലോ ചെറുതായിട്ട്. മനസ്സിലാവുന്ന പറഞ്ഞാൽ മറ്റേ ഞാൻ ശ്രദ്ധിക്കാറില്ല, ഇപ്പോഴാണ് കുറച്ചുകൂടി ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്ന് മാത്രം. അപ്പൊ ഞാൻ അതെവിടെ ഇതെവിടെ ഇതൊക്കെ എന്തൊക്കെയാണ് എല്ലാം ഇങ്ങനെ നോക്കുക കേട്ടോ. ക്യാമറ ഉണ്ടോ, റിവേഴ്സ് ക്യാമറ, ഞാൻ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന്റെ കൂടെ പഠിച്ചപ്പോൾ അവർക്ക് റിവേഴ്സ് ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു റിവേഴ്സ് ക്യാമറ. പക്ഷേ റിവേഴ്സ് ക്യാമറ ഇല്ല, ഇതിനകത്ത് സെൻസർ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അപ്പൊ റിവേഴ്സ് ക്യാമറ നമുക്ക് പാർക്ക് ചെയ്യാൻ എളുപ്പപ്പെടും, അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കും. ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു, എന്താ പറയാ, പാർക്ക് ചെയ്യാൻ റിവേഴ്സ് ക്യാമറ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ 7 സീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ എന്താണ് അവസ്ഥ എന്നുള്ളത് കാണണ്ടേ. അപ്പൊ ഇതാണ് നമുക്ക് 7 സീറ്റർ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഡിക്കി സ്പേസ് ഇത്രത്തോളം കിട്ടും. നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരുന്നതായിരുന്നു ഡിക്കി സ്പേസും 7 സീറ്ററും ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. 7 സീറ്റർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴും ഫാമിലിനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വണ്ടി മറ്റേത് 5 സീറ്റർ ആകുമ്പോൾ നമുക്ക് പറ്റൂലല്ലോ. നേരത്തെ അമ്മ വന്ന സമയത്ത് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് നമുക്ക് 5 സീറ്റർ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ പപ്പയും മമ്മിയൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പ്ലാൻ വരുന്ന സമയത്ത് നമുക്ക് 7 സീറ്റർ ഹെൽപ്പ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് 7 സീറ്റർ നോക്കിയത്. 7 സീറ്റർ യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ഡിക്കി സ്പേസും കിട്ടും. അതാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അങ്ങനെ 7 സീറ്ററിന്റെ ബാക്കിലെ 2 സീറ്റ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ആ ഫ്രണ്ടിലെ സീറ്റ് ഒന്ന് ഇച്ചിരി ബാക്കിലോട്ട് നീങ്ങിയിരുന്നോണ്ട് ഇത്തിരി ടൈറ്റ് ആയിരുന്നട്ടെ, ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാ ഈ ബാക്കിലെ ഈ സീറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ അതിന്റെ ബാക്കിലോട്ട് കയറുന്നത്. അപ്പൊ ഇങ്ങനെ ഫ്രണ്ടിലെ 2 സീറ്റ്, പിന്നെ 3, പിന്നെ ബാക്കി 2 അങ്ങനെയാണ്. അപ്പൊ പിന്നെ പിള്ളേർ ഇനി അവിടെ ഇരുന്ന് നോക്കട്ടെ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിനുവേണ്ടി അവിടെ പോയി ഇരുന്നൊക്കെ നോക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതിന്റെ ലെഗ് സ്പേസ് ഇരുന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നമുക്കിരുന്ന് യാത്ര ചെയ്യുമ്പോഴേ ശരിക്കും അറിയുള്ളൂ കേട്ടോ ശരിക്കും എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ എന്നാലും ഏകദേശം, കാരണം എത്രത്തോളം കംഫർട്ട് ആണെന്നുള്ളത് യാത്ര ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ. ഫ്രണ്ടിൽ ലെഗ് സ്പേസ് അത്യാവശ്യമുണ്ട്, പക്ഷെ ബാക്കിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പൊ അങ്ങനെ കുറച്ചേരം ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ എടുത്തത്. അതും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു, ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓട്ടോമാറ്റിക്കും 7 സീറ്റർ ഡിക്കി സ്പേസ് ഇതായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എനിക്കും വണ്ടി ഇടയ്ക്ക് ഓടിച്ച് നോക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒന്ന് ഓടിച്ച് നോക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര പാടുണ്ടായിരുന്നു വെച്ചാൽ, ഓടിക്കാനല്ല ഏറ്റവും വലിയ പ്രശ്നം, വണ്ടിയുടെ സൈസ് അറിയാത്തോണ്ടേ. ടേണിങ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ദൈവമേ കറക്റ്റ് ആണോ, ടേണിങ് അപ്പുറത്തോട്ട് പോയോ, ബാക്ക് ഇടിക്കോ, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ ടേണിങ്ങിന്റെ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ചിട്ടൊക്കെ ഓടിക്കുന്നത്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചും കൂടി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ സെറ്റ് ആവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് മാറി മാറിയൊക്കെ ഓടിക്കാലോ. ഇപ്പൊ എന്ന് പറഞ്ഞ സാധനം വണ്ടി മാനുവൽ ആയതുകൊണ്ട് ആ ഭാഗത്തോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാറില്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സനോവിനെ വണ്ടി കൈമാറിയിട്ടുണ്ട്. ഒരു ഡ്രൈവിനൊക്കെ പോകണമല്ലോ. ഞങ്ങൾ അങ്ങനെ ഡ്രൈവിനൊക്കെ പോയിട്ട് നമ്മുടെ 2 ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ടൊക്കെ പോയിട്ട് വണ്ടിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മളിതാ പോകുന്നത് സ്ലൈസ് ഓഫ് ഇന്ത്യയിലാണ്, ഡെർബിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ബിബിൻ ചേട്ടനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. വണ്ടിയൊക്കെ കളക്ട് ചെയ്യാൻ അവരാണല്ലോ വന്നിരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കംഫർട്ടായിട്ട് എല്ലാവരും വർത്താനം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ തിരിച്ചു പോവാണ് കേട്ടോ. വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.